ആദ്യത്തെ ചോദ്യം, ഒരു നാമം ആവർത്തിക്കാതിരിക്കാനായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. ഞാൻ, ഞങ്ങൾ എന്നീ പദങ്ങൾ ഏത് സർവനാമത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയില്ലേ, അതാണ്. അതായത് നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ. അതുപോലെ നമ്മൾ നാമത്തിന് പകരമായിട്ട്, ഒരാളുടെ പേരിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഞാൻ, ഞങ്ങൾ, നീ, അവൻ, അവൾ എന്നൊക്കെ പറയില്ലേ, അതാണ് സർവനാമം. അപ്പം അങ്ങനെ സർവനാമം തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്ന പദം ഏത് സർവനാമത്തിൽ പെടുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഉത്തമ പുരുഷ സർവനാമം. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അത് എന്താണ് ഉത്തമ പുരുഷ സർവനാമം, എന്താണ് പ്രഥമ പുരുഷ സർവനാമം അറിയണ്ടേ? അപ്പം നമുക്ക് നാമം എന്ന് പറയുന്ന ഭാഗം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നാമം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്നതാണ് നാമം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? നൗൺ എന്ന് പറയും. അതായത് ഒരാളുടെ പേരാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, ഒരു വസ്തുവിൻ്റെ പേരാവാം. അപ്പോൾ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്നതാണ് നാമം എന്ന് പറയുന്നത്. ഈ നാമത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഓക്കെ, നാമത്തെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് ദ്രവ്യനാമം, രണ്ട് ഗുണനാമം, മൂന്ന് ക്രിയാനാമം. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് നാമത്തെ തിരിക്കാവുന്നതാണ്. അതിൽ ദ്രവ്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിക്കുന്നത്, അത് ജീവനുള്ളതാവാം അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഗുണനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഗുണം, അതായത് ഇപ്പോൾ ദയ എന്ന് പറയുന്നത്, ഒരാൾക്ക് ദയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അത് അയാളുടെ ഗുണമാണ്. അല്ലെങ്കിൽ കറുപ്പ് നിറം അയാളുടെ ഒരു ഗുണമാണ് അല്ലേ? അതുപോലെ ഒരാളുടെ ഉയരം, അപ്പം അതൊക്കെ എന്താണ്? ഒരാളുടെ ഗുണത്തെ കുറിക്കുന്നതാണ്. ഉയരം, ദയ, ഇതൊക്കെ എന്താ? ഗുണത്തെ കുറിക്കുന്നതാണ്. അപ്പം അതൊക്കെ എന്താ? ഗുണനാമത്തിൽ വരും. ഇനി ക്രിയാനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയിൽ നിന്നുണ്ടാവുന്നത്, അതായത് ഇപ്പം ചാടുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്നും ഉണ്ടാവുന്നതാണ് ചാട്ടം എന്ന് പറയുന്നത്. പാടുക എന്നതിൽ നിന്നും പാട്ടുണ്ടാവുന്നു. അപ്പം അങ്ങനെയുള്ളതാണ്, ഒരു ക്രിയയിൽ നിന്നുണ്ടാവുന്നതാണ് ക്രിയാനാമം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നാമത്തെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഈ ദ്രവ്യനാമം എന്ന് പറഞ്ഞില്ലേ, ഒരു വസ്തുവിനെ കുറിക്കുന്നത്, വസ്തുവിൻ്റെ പേര് ജീവനുള്ളതാവാം ജീവനില്ലാത്തതാവാം. ആ ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും എത്രയായി സ്പ്ലിറ്റ് ചെയ്യാം? നാലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും എത്രയാക്കാം? നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണം ഏതൊക്കെയാണ്? ആദ്യത്തേത് സജ്ഞാനാമം. അതുപോലെ രണ്ടാമത്തേത് സാമാന്യ നാമം, മൂന്നാമത്തേത് മേയനാമം, നാലാമത്തേത് സർവനാമം. ഓക്കെ, അപ്പോൾ സജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം, എങ്ങനെ ദ്രവ്യനാമത്തെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഇത് ഓരോന്നും എന്താണെന്ന് അറിയണ്ടേ? സജ്ഞാനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു പുഴ, അതിൻ്റെയൊക്കെ പേരുണ്ടല്ലോ, അതിനെ കുറിക്കുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ പേരിനെ കുറിക്കുന്നതാണ്. ഇപ്പോൾ ബീന എന്ന് പറയുന്ന അല്ലേ ഒരു വ്യക്തിയുടെ പേരാണ്. ഇനി ഒരു ജില്ലയുടെ പേര് നമുക്ക് എടുക്കാം. പാലക്കാട് എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. അല്ലെങ്കിൽ തെങ്ങ് എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്നത് ഒരു നദിയുടെ പേരാണ്. അപ്പോൾ ഇങ്ങനെ പേരിനെ കുറിക്കുന്നതാണ് സജ്ഞാനാമം. ഇനി സാമാന്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂട്ടമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബീന എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറേ വ്യക്തികൾ കൂടുമ്പോൾ അതെന്താവും? അതായത് ജനങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തികളുടെ കൂട്ടമാണ്. അപ്പോൾ ഈ ജനങ്ങൾ എന്തിൽ വരും? സാമാന്യനാമത്തിൽ വരും. അപ്പോൾ പാലക്കാട്, അത് എന്താണ്? ഒരു പട്ടണത്തിൽ വരുന്നതാണെങ്കിൽ പട്ടണം എന്ന് പറയുന്നത് ഒരു സാമാന്യനാമമാണ്. ഇനി തെങ്ങ് എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ് അല്ലേ? അപ്പോൾ ഒരു മരം എന്ന് പറയുമ്പോൾ അത് തെങ്ങെന്ന് പറയുന്നത് ആ മരത്തിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ സാമാന്യനാമമാണ്. തെങ്ങിൻ്റെ കൂട്ടമാണ് മരം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഗംഗ എന്ന് പറയുന്നത് ഒരു പുഴയാണ്. അപ്പോൾ പുഴ എന്ന് പറയുന്നത് ഒരു സാമാന്യനാമമാണ്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ പറഞ്ഞില്ലേ, അതിൻ്റെ എല്ലാം കൂട്ടമാണ് സാമാന്യം എന്ന് പറയുന്നത്, സാമാന്യനാമം. ഇനി മേയനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാതിയോ ഒരു വ്യക്തിയോ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമത്തിൽ വരും. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം, അതായത് മഴ, കാറ്റ്,
മഞ്ഞ്. ഓക്കെ, ഇതെല്ലാം എന്തിൽ വരും? മേയ നാമത്തിൽ വരും. മേയ, മഴയായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? അപ്പം മേയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ ഓർത്താൽ മതി. മഴ, കാറ്റ്, മഞ്ഞ് അങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം എന്തിൽ വരും? മേയ നാമത്തിൽ വരും. ഇനി സർവനാമം. സർവനാമം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒരു നാമം ആവർത്തിക്കാതിരിക്കാൻ. ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് അവരെ കുറിച്ച് പറയുമ്പോൾ അവൻ, അവൾ എന്ന് പറഞ്ഞിട്ടേ പറയുള്ളൂ. വീണ്ടും വീണ്ടും ആളുടെ പേര് പറയൂ? ഇല്ല. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ അല്ലേ? സർവനാമത്തിൻ്റെ ഇംഗ്ലീഷാണ് പ്രൊനൗൺ. അപ്പോൾ ഈ സർവനാമത്തെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ തിരിവ്. സർവനാമത്തെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയാണെന്നറിയോ? ആദ്യത്തേത് നമ്മൾ പഠിക്കുന്ന ഉത്തമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം. രണ്ടാമത്തേത് മധ്യമ പുരുഷ സർവനാമം. മൂന്നാമത്തേതാണ് പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. എങ്ങനെ? സർവനാമത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഇതിൽ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ആരാണ് ഉത്തമ പുരുഷൻ? ഇപ്പോൾ ഉത്തമനായിരിക്കുന്നത് എപ്പോഴും ഞാനാണെന്ന് ഓർക്കാം. ഞാൻ എപ്പോഴും ഉത്തമനാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുന്ന ആളുണ്ടല്ലോ, പറയുന്ന ആൾ ആരാണോ? വക്താവ്. വക്താവ് എന്ന് പറഞ്ഞാൽ എന്താ? പറയുന്ന ആൾ. ഒറ്റപ്പാദത്തിലൊക്കെ ചോദിക്കുന്ന ആൾ. അപ്പോൾ വക്താവിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. അതായത് പറയുന്ന ആൾ, പറയുന്ന വ്യക്തി. ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പറയുന്ന ആളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉത്തമനാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ പറയുന്ന ആൾ, ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്തിൽ വരുന്നതാണ്? ഉത്തമ പുരുഷൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? ഞാൻ, ഞങ്ങൾ ഇതിൽ വരുന്നു, ഉത്തമ പുരുഷ സർവനാമത്തിൽ വരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരോടാണോ പറയുന്നത്? ഞാനൊരു കാര്യം പറയുന്നത് നിന്നോടാണ്. നീ, താൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നത് അല്ലേ? നിന്നോടാണ് ഞാൻ പറയുന്നത്. നീ, താൻ എന്നൊക്കെ പറയുന്നതാണ് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ ആരാ? ഞാൻ നിന്നോട് ആരെ പറ്റിയാണോ പറയുന്നത്, ഞാൻ അവനെ പറ്റിയാ പറയുന്നത് അല്ലേ? അപ്പം അവൻ, അവൾ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്, അതെല്ലാം എന്തിൽ വരും? പ്രഥമ പുരുഷനിൽ വരും. ക്ലിയർ ആയല്ലോ? ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ, മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരോടാണോ നമ്മൾ പറയുന്നത് ആളാണ് മധ്യമ പുരുഷൻ. പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണോ നമ്മൾ പറയുന്നത് അതാണ് പ്രഥമ പുരുഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് നാമത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കുക. അടുത്തത് അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടും? അജ്ഞാത രഹസ്യം എന്ന് പറയുന്നത് ഏത് സമാസത്തിലാണ് പെടുന്നത്? ഉത്തരം ഞാൻ ആദ്യം പറയാം. കർമ്മധാരയ സമാസമാണ് അജ്ഞാത രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സമാസം? അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ പദങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാസം നമുക്ക് 6 തരത്തിൽ പഠിക്കാനുണ്ട്, 6 സമാസങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതിൽ ഓരോ സമാസവും എന്താണ്, അതിന് എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ആദ്യത്തെ സമാസം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് തൽപുരുഷ സമാസം. തൽപുരുഷൻ, തൽപുരുഷ സമാസമാണ് ആദ്യം പഠിക്കുന്നത്. അപ്പം എന്താണ് തൽപുരുഷ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സമാസം കണ്ടുപിടിക്കുന്നത് ഒരു വേർഡ് കിട്ടും, അതിന് നമ്മൾ പിരിച്ചെഴുതും. പിരിച്ചെഴുതാൻ എങ്ങനെയാണെന്ന് അറിയാലോ? പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഒരു വേർഡ് എടുത്തിട്ട് നമ്മൾ പിരിച്ചെഴുതുവാണ്. ഇപ്പോൾ ആന, വാൽ എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മൾ പിരിക്കുമ്പോൾ എന്താ കിട്ടുക? ആനയുടെ വാൽ. വിഗ്രഹിച്ചെഴുതുമ്പോൾ ആനയുടെ വാൽ. അപ്പോൾ തൽപുരുഷ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ, ആനവാൽ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ആനയുടെ വാൽ എന്നായിട്ട് മാറി. ഇവിടെ ഏതു പദത്തിനാണ്? ഇത് പൂർവ്വപദം. ആദ്യം കിടക്കുന്നത് പൂർവ്വപദവും രണ്ടാമത് കിടക്കുന്നത് ഉത്തരപദം. ഈ ഉത്തരപദത്തിനാണ് ഇവിടെ പ്രാധാന്യം. ആനയുടെ വാൽ എന്ന് പറയുമ്പോൾ ഇവിടെ വാൽ എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം. ഇവിടെ ആനയുടെ കൂടെ ഉടേ എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്തിട്ടാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വാൽ എന്ന് പറയുന്ന വേർഡിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? തൽപുരുഷ സമാസമാണ്. ആനവാൽ എന്ന് പറയുമ്പോൾ ആനയുടെ വാലാണ്. അപ്പോൾ അവിടെ വാൽ എന്ന് പറയുന്നതിനാണ് അവിടെ പ്രസക്തി അല്ലേ? അടുത്തതുപോലെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ മീൻ പിടിച്ചു.
മീൻ പിടിച്ചു എന്നതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ മീനിനെ പിടിച്ചു എന്നാണ് എഴുതുക. അപ്പോൾ മീനിനെ പിടിച്ചു, നമ്മൾ പിടിച്ചു എന്നതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. എന്തിനെ പിടിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ അവിടെ മീനിനെ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ വാലാണ് ഇമ്പോർട്ടൻറ്റ്, ഇവിടെ പിടിച്ചു. അപ്പോൾ രണ്ടാമത്തെ പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതിനാണ് തൽപുരുഷ സമാസം എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സമാസം ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി സമാസം എന്ന് വെച്ചാൽ പൂർവ ഉത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ, അതായത് നമ്മളിപ്പോൾ വിഗ്രഹിച്ചെഴുതുന്ന കാര്യം പറഞ്ഞു. വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനും, അതായത് ആദ്യം വരുന്ന പദത്തിനും പ്രാധാന്യം ഉണ്ടാവില്ല, രണ്ടാമത്തെ പദത്തിനും പ്രാധാന്യം ഉണ്ടാവില്ല, പുറത്ത് നിന്നുള്ളൊരു പദത്തിനായിരിക്കും, പുറമേ ഉള്ളൊരു പദത്തിനായിരിക്കും അവിടെ പ്രാധാന്യം വരുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലയായ കണ്ഠമുള്ളവനാരോ അവനാണ് നീലകണ്ഠൻ, അതായത് ശിവനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ബഹുവ്രീഹി സമാസമാണ്. നമ്മൾ പിരിച്ചെഴുതുമ്പോൾ നീലയായ കണ്ഠമുള്ളവനാരോ അവനാണ് നീലകണ്ഠൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പൂർവ്വപദത്തിനും അല്ല പ്രാധാന്യം, ഉത്തരപദത്തിനും അല്ല പ്രാധാന്യം. അപ്പോൾ അത് ബഹുവ്രീഹി സമാസമാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ചക്രപാണി. ചക്രപാണി എന്ന് പറയുമ്പോൾ ചക്രം പാണിയിലുള്ളവനാരോ അവനാണ് ചക്രപാണി. അപ്പോൾ അവിടെയും പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അതാണ് ബഹുവ്രീഹി സമാസം. ഓക്കെ. ഇനി അടുത്ത സമാസമാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും രണ്ട് എന്നുള്ളൊരു മീനിങ്ങിലല്ലേ നമുക്ക് കിട്ടുന്നത് അല്ലേ. ദ്യു ദ എന്നൊക്കെ പറയുമ്പോൾ രണ്ട്. അപ്പോൾ രണ്ടിനും, അതായത് പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം വരും വിഗ്രഹിച്ചെഴുതുമ്പോൾ കേട്ടോ. വിഗ്രഹിച്ചെഴുതുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ്വ സമാസം. അതായത് ഇപ്പോൾ നമ്മൾ രാപ്പകൽ, രാപ്പകൽ എന്നതിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ രാവും പകലും എന്നാ വരിക. രാവും പകലും. അപ്പോൾ ഇവിടെ രാവിനും പ്രസക്തിയുണ്ട്, പകലിനും പ്രസക്തിയുണ്ട്, ഒരുപോലെ അല്ലേ. അപ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്വ സമാസം. മറ്റൊരു എക്സാമ്പിൾ വാദ്യമേളങ്ങൾ. വാദ്യമേളങ്ങൾ എന്ന് പറയുമ്പോൾ വാദ്യവും മേളവും അല്ലേ. അപ്പോൾ രണ്ടിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ദ്വന്ദ്വ സമാസമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തൽപുരുഷ സമാസം മനസ്സിലായി, ബഹുവ്രീഹി സമാസം മനസ്സിലായി, ദ്വന്ദ്വ സമാസം മനസ്സിലായി. അടുത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കർമ്മധാരയൻ. കർമ്മധാരയൻ, കർമ്മധാരയ സമാസം. ഇവിടെ അജ്ഞാത രഹസ്യം എന്ന് പറയുന്നത് കർമ്മധാരയ സമാസമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാതായത്? കർമ്മധാരയ സമാസം എന്ന് വെച്ചാൽ പൂർവപദം വിശേഷണമായിട്ട് വരും. വിഗ്രഹിക്കുന്ന സമയത്ത് പൂർവപദം, അതായത് ആദ്യം വരുന്ന പദം വിശേഷണമായി വരുന്ന സമാസം. ഫോർ എക്സാമ്പിൾ ഇപ്പം അജ്ഞാത രഹസ്യം തന്നെ നമുക്ക് എടുക്കാം. അജ്ഞാത രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാതമായ രഹസ്യമാണ്. അജ്ഞാതമായ രഹസ്യം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും? അജ്ഞാതമായ രഹസ്യം. അപ്പോൾ രഹസ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ള രഹസ്യമാണ്? അജ്ഞാതമായ രഹസ്യമാണ്. അപ്പോൾ അവിടെ പൂർവപദം, ആദ്യം വരുന്ന പദം ഒരു വിശേഷണമായിട്ടാണ്, രഹസ്യത്തിന്റെ വിശേഷണമായിട്ടാണ് ഇവിടെ അജ്ഞാതമായ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആയ വെച്ചിട്ടുള്ള പ്രത്യയം വെച്ചിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അജ്ഞാതമായ രഹസ്യമാണ്. അപ്പം കർമ്മധാരയ സമാസത്തിൽ ആ യ എന്ന് പറയുന്ന ഒരു പ്രത്യയമുണ്ട്. വിഗ്രഹിക്കുമ്പോൾ ആ ഒരു പ്രത്യയം ചേർക്കും. യ, ആയ എന്ന് പറയുന്നത് കേട്ടോ. ആ വേർഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലളിതഗാനം വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് ലളിതമായ ഗാനം എന്നാണ് വരിക. അപ്പോൾ ലളിതമായ എങ്ങനെയുള്ള ഗാനമാണ്? ലളിതമായ ഗാനമാണ്. വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്കവിടെ ലളിതമായ എന്ന് പറയുന്നൊരു വിശേഷണമായിട്ടാണ് പൂർവ്വപദം വരുന്നത്. അതുപോലെ ദിവ്യശക്തി വിഗ്രഹിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? ദിവ്യമായ ശക്തി. ദിവ്യമായ ശക്തി. അപ്പോൾ എങ്ങനെയുള്ള ശക്തിയാ? ദിവ്യമായ ശക്തി. അപ്പോൾ അവിടെ വിശേഷണമായിട്ടാണ് പൂർവ്വപദം വരുന്നത്, ആദ്യത്തെ പദം വരുന്നത്. അപ്പോൾ അതാണ് കർമ്മധാരയ സമാസം. ഓക്കെ. ഇനി അടുത്ത സമാസം 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്തത് അവ്യയീഭാവൻ. അവ്യയീഭാവ സമാസം. എന്താണ് അവ്യയീഭാവ സമാസം? നമ്മൾ പറഞ്ഞു തൽപുരുഷ സമാസത്തിൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ടാമത്തെ പദം, അതായത് ഉത്തരപദത്തിനാണ് അവിടെ പ്രാധാന്യം.
പൂർവപദത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അത് അവ്യയീഭാവനാണ്. ആ എന്ന് പറയുമ്പോൾ ആദ്യം എന്ന് ഓർത്താൽ മതി. ആദ്യത്തെ പദത്തിനാണ് അവിടെ പ്രാധാന്യം. അവ്യയീ ഭാവൻ. ഓക്കെ, ആദ്യ പദത്തിനാണ് പ്രാധാന്യം വിഗ്രഹിച്ചെഴുതുമ്പോൾ. അതായത് ഇപ്പോൾ യഥേഷ്ടം, യഥേഷ്ടം എന്നതിനെ നമ്മൾ പിരിക്കുമ്പോൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഇഷ്ടം പോലെ. യഥേഷ്ടത്തിനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ ഇഷ്ടം പോലെ എന്നാവും. അപ്പോൾ അവിടെ ആദ്യത്തെ പദം ഇഷ്ടം എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം. ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ ആദ്യ പദത്തിന് പ്രാധാന്യം വന്നു, പൂർവ്വപദത്തിന് പ്രാധാന്യം വന്നു. അതാണ് അവ്യയീഭാവൻ. അതുപോലെ മറ്റൊരു വേർഡാണ് സദയം. സദയം എന്ന് പറഞ്ഞ എന്താണ്? ദയയോടെ. അപ്പോൾ പോലെ, ഓടെ എന്നൊക്കെ പറയുന്ന പ്രത്യയങ്ങൾ വരുന്നുണ്ട്. ദയയോടെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം ദയ എന്ന് പറയുന്ന പൂർവ്വപദത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അത് അവ്യയീഭാവൻ ആണ്. അവ്യയീഭാവൻ. അടുത്ത സമാസമാണ് ദ്വിഗു സമാസം. ദ്വിഗു സമാസം. ദ്വിഗു സമാസം എന്ന് വെച്ചാൽ പൂർവപദം, അതായത് ആദ്യത്തെ പദം എണ്ണൽ സംഖ്യയായിട്ട് വരുന്നത് കേട്ടോ. അതായത് വിഗ്രഹിച്ചെഴുതുമ്പോൾ എണ്ണൽ സംഖ്യ ആയിരിക്കണം ആദ്യം വരുന്നത്. അതായത് ഇപ്പം നോക്കുക, ഏകദിനം. ഏകദിനം വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ദിനം എന്നതാണ്. അപ്പോൾ ഈ പൂർവ്വപദം, അതായത് ആദ്യ പദം ഒരു എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ് അല്ലേ? അതേപോലെ ദ്വിഭാഷ. ദ്വിഭാഷ എന്ന് പറയുന്നത് ഒരു ദ്വിഗു സമാസമാണ്. എന്തുകൊണ്ടാണ്? ദ്വിഭാഷ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷയാണ്. അപ്പോൾ ആദ്യത്തെ പദം ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ദ്വിഗു സമാസം എന്ന് പറയുന്നത്. അപ്പോൾ ദ്യു എന്ന് പറയുമ്പോൾ രണ്ടെന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യയല്ലേ? അപ്പോൾ ആ രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിച്ചു ദ്വന്ദ്വ സമാസം. ഇവിടെ ദ്വന്ദ്വ സമാസവും ദ്വിഗു സമാസവും കൂടെ മാറിപ്പോകാനുള്ള ഒരു കൺഫ്യൂഷനുള്ള ചില വേർഡ്സ് ചോദിക്കും. അഞ്ചാറ്. അഞ്ചാറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതിലെഴുതും? ദ്വിഗുവിൽ എഴുതുമോ ദ്വന്ദ്വത്തിൽ എഴുതുമോ? ദ്വന്ദ്വം എന്ന് പറയുമ്പോൾ 5നും 6നും പ്രാധാന്യം വരും. ദ്വിഗു എന്ന് പറയുമ്പോൾ ആദ്യത്തെ പൂർവ്വപദം 5 എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യയാണെന്ന് വിചാരിക്കരുത്. 5 6 എന്ന് പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം? 5ഉം 6ഉമാണ്. അപ്പോൾ 5നും 6നും ഒരുപോലെ പ്രാധാന്യം വരുന്നത് ഏതാ? ദ്വന്ദ്വ സമാസമാണ് കേട്ടോ. 5 6, 4 5, 3 4 എന്നൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ അതെന്താണ്? ദ്വന്ദ്വ സമാസമാണ്. 5ഉം 6ഉം രണ്ടിനും ഒരുപോലെ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ദ്വിഗു സമാസത്തിൽ എഴുതരുത്. ഓക്കെ, അത് കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ സമാസം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ? 6 തരത്തിലുള്ള സമാസം. തൽപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം. ബഹുവ്രീഹി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദമല്ല രണ്ടാമത്തെ പദമല്ല. നീലഖണ്ഡൻ, ചക്രപാണി എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, പുറത്തുനിന്നുള്ള പദത്തിനാണ് പ്രാധാന്യം. ദ്വന്ദ്വ സമാസം എന്ന് പറയുമ്പോൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ രണ്ടിനും, ആദ്യ പദത്തിനും രണ്ടാമത്തെ പദത്തിനും ഒരുപോലെ പ്രാധാന്യം. കർമ്മധാരയൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദം വിശേഷണമായിട്ട് വരുന്നത് അല്ലേ? ദിവ്യമായ ശക്തി, ലളിതമായ ഗാനം, അജ്ഞാതമായ രഹസ്യം. അവ്യയീഭാവൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അല്ലേ? അപ്പോൾ ആദ്യ പദത്തിന് പ്രാധാന്യം, ഇഷ്ടം പോലെ, ദയയോടെ. അടുത്തത് ദ്വിഗു സമാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദം എണ്ണൽ സംഖ്യയായിട്ട് വരുന്നത് അല്ലേ? ഒരു ദിനം, 2 ഭാഷ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മനസ്സിലായല്ലോ. അടുത്തത് വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക. വികലമല്ലാത്ത പ്രയോഗം എന്ന് പറയുമ്പോൾ തെറ്റല്ലാത്തത്, ശരിയായത്, വാക്യശുദ്ധിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ശരിയായ പ്രയോഗം ഏതാണ്? വികലമല്ലാത്ത, അതായത് തെറ്റല്ലാത്ത പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ പ്രയോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ബാക്കിയെല്ലാം തെറ്റിപ്പോയത്? അനുസരണശീലമില്ലാത്ത ഗോപാലൻ്റെ മകൻ, ശീലമില്ലാത്ത ഗോപാലൻ്റെ മകൻ, ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ. അപ്പോൾ ഇവിടെ പ്രക്രമഭംഗം എന്ന് പറയുന്നതാണ് വന്നിരിക്കുന്നത്. അതായത് വാക്യശുദ്ധി. എങ്ങനെയൊക്കെയാണ് വാക്യങ്ങൾ തെറ്റിപ്പോകുന്നത്? അതിന് നമുക്ക് കുറച്ച് ടൈപ്പ് ഉണ്ട്. 5 തരത്തിലാണ് വാക്യശുദ്ധിയിൽ, നമ്മൾ 5 തരത്തിലാണ് തെറ്റുകൾ വരുന്നത്. ഏതൊക്കെയാണെന്നറിയോ? 1, വാക്യശുദ്ധിയിൽ 5 തരത്തിലാണ് തെറ്റുകൾ വരുന്നത്. 1, പൗനരുക്ത്യം മൂലം വരും. പൗനരുക്ത്യം 5 തരത്തിലാണ് വാക്യത്തിൽ തെറ്റ് വരിക. 1, പൗനരുക്ത്യം മൂലം വരും. 2, പദദോഷം കൊണ്ടുവരും. 3, പ്രക്രമഭംഗം. 4, സമുച്ചയദോഷം. 5, സംഖ്യാശബ്ദം. ഇങ്ങനെയൊക്കെയാണ് 5 തരത്തിൽ തെറ്റുകൾ വരുന്നത് വാക്യത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ പൗനരുക്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് രണ്ട് തരത്തിലുണ്ട്. ശബ്ദ പൗനരുക്തിയുണ്ട്, അർത്ഥ പൗനരുക്തിയുണ്ട്. അതായത് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സ് തെറ്റിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചില വേർഡ്സ് ഒരേ മീനിങ് ഉള്ള വേർഡ്സ് അത് റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെയാണ് ശബ്ദ പൗനരുക്തം എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്, പക്ഷെ അത് ഓരോന്നിൻ്റെ കീഴിൽ വരുന്നു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എളുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന രീതിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല, നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അതിനേക്കാൾ കവിഞ്ഞ, ഈ കാളും കവിഞ്ഞയും സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അത് ഒരേ സെൻറ്റൻസിൽ വരുന്നത് കൊണ്ട് ഇതെന്താണ്, ഈ വേർഡ് തെറ്റാണ്. എങ്ങനെ പറഞ്ഞാൽ മതി? അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞാൽ മതി. അതിനേക്കാൾ കവിഞ്ഞ മെച്ചം എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാളും കവിഞ്ഞയും ഒരേ മീനിങ് ആണ്, അപ്പോൾ ഒരേ മീനിങ് ഉള്ള വേർഡ്സ് വന്നു. അപ്പോൾ ഇത് ശബ്ദ പൗനരുക്ത്യത്തിൽ വരുന്നതാണ്. ഇനി അർത്ഥ പൗനരുക്ത്യം വരും. അതായത് ചില വേർഡ്സിൻ്റെ മീനിങ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, എന്നിട്ട് കൂടെ വീണ്ടും അതിൻ്റെ എന്താ പറയുക ആവശ്യമില്ലാത്ത ചില വേർഡ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന. അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. അതിലെന്താ തെറ്റ്? രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ തെറ്റ്? രാഷ്ട്രപതി പത്നിയോടൊപ്പം വന്നു എന്ന് പറഞ്ഞാൽ മതി. തൻ്റെ പത്നിയോട് കൂടെ അല്ലാതെ മറ്റാരുടെയെങ്കിലും പത്നിയുടെ കൂടെ വരത്തില്ലല്ലോ. അപ്പം അവിടെ തൻ്റെ എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം അത് അർത്ഥപൗനരുക്ത്യത്തിൽ വരുന്നതാണ്. അപ്പം രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രം മതി. അപ്പം ഇവിടെ അനാവശ്യമായിട്ട് ഈ തൻ്റെ ചേർക്കുക. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അതുപോലെ ഒരേ മീനിങ് ഉള്ളത് നമ്മൾ പഠിച്ചില്ലേ, ഏകദേശം, ഓളം ഒരു സെൻറ്റൻസിൽ ഒരുമിച്ച് വരാൻ പാടില്ല. കാൾ, കവിഞ്ഞ ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല. വേറെയും പല എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരുപോലെ വരാൻ പാടില്ല അല്ലേ. അപ്പം അങ്ങനെ വേറെ ഗത്യന്തരമില്ലാതെ, വേറെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗത്യന്തരം എന്ന് പറയില്ല. ഗത്യന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു വഴിയില്ലാതെ എന്നാണ്. പിന്നെ വീണ്ടും വേറെ ഗത്യന്തരം എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പൗനരുക്ത്യം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇനി പദദോഷം. പദദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സ് നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു വേർഡ് കറക്റ്റായിട്ട് എഴുതേണ്ടതെന്ന് അല്ലേ. അപ്പോൾ അതിലെ വേർഡ്സൊക്കെ തെറ്റിച്ചു കൊടുക്കുക. അതിനൊരു എക്സാമ്പിളാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അനുഗ്രഹീതനായ പാട്ടുകാരനാണ് യേശുദാസ്. ഇങ്ങനെയാണ് സെൻറ്റൻസ് തന്നെ. ഇതിലെന്താണ് തെറ്റെന്ന് പറയുന്നത്? അനുഗ്രഹീതൻ, ഇത് തെറ്റാണ്. നമ്മൾ അനുഗ്രഹം എന്ന് ഇങ്ങനെ എഴുതും, അത് കറക്റ്റാണ്. പക്ഷെ അനുഗ്രഹീതൻ എങ്ങനെയാണ് എഴുതുക? അനുഗൃഹീതൻ എന്നാണ് എഴുതേണ്ടത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതും, അനുഗൃഹീതൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിൽ എഴുതിയതുകൊണ്ടാണ്, അപ്പോൾ ആ ഒരു വേർഡാണ് അവിടെ തെറ്റിച്ചു കൊടുത്തത് അല്ലേ. അപ്പോൾ അതാണ് പദദോഷം എന്ന് പറയുന്നത്. അടുത്തത് പ്രക്രമഭംഗം. അതാണ് നമ്മളിപ്പോൾ പഠിച്ച, അതായത് ഇവിടെ പറഞ്ഞ കാര്യം. പ്രക്രമഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലേ, അതിനൊരു ഓർഡർ ഉണ്ട്. അതുപോലെ മലയാളത്തിലും കർത്താവ്, കർമ്മം, ക്രിയ, ഈ ഒരു ഓർഡറിൽ വേണം എന്ത് വരാനായിട്ട്? സെൻറ്റൻസ് വരാനായിട്ട്. കർത്താവ്, കർമ്മം, ക്രിയ, അത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു കൊടുക്കുക. ഇവിടെ അതാണ് സംഭവിച്ചത് അല്ലേ. ഇവിടുത്തെ കർത്താവ് ആരാണ്? ഗോപാലൻ. ഗോപാലൻ്റെ മകൻ എന്നുള്ളതാണ് ആര്? മകൻ. എങ്ങനെയുള്ള മകനാണ്? അനുസരണശീലമില്ലാത്ത മകനാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇവിടെയാണ് കിട്ടുന്നത് നമുക്ക് മീനിങ്. ഇവിടെ നോക്കൂ, അനുസരണശീലമില്ലാത്ത ഗോപാലൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഗോപാലനാണ് അനുസരണശീലമില്ല എന്നുള്ളൊരു മീനിങ് അല്ലേ ഇവിടെ വരുന്നത്. ഗോപാലൻ്റെ മകനാണ് അനുസരണശീലമില്ലാത്ത, ആ ഒരു മീനിങ് അല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഈ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓർഡർ തെറ്റിച്ചിട്ട് കൊടുക്കുന്നതും തെറ്റ് വരാം. അതാണ് ഇപ്പം നമ്മൾ പഠിച്ച ഉദാഹരണം. അടുത്തതാണ് സമുച്ചയദോഷം. സമുച്ചയദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത സ്ഥാനത്തൊക്കെ കൂടി, എങ്കിൽ, ഒരു, ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ട് ചേർക്കുക. അതായത് ഘടകപദങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, പശു. പശു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത് എനിക്കും കൂടി കേൾക്കാം. നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പറയുന്നത് എനിക്കും കൂടി കേൾക്കാം. പറയുന്നത് എനിക്കും കൂടി കേൾക്കാം. പറയുന്നത് എനിക്കും കേൾക്കാം എന്ന് പറഞ്ഞാൽ പോരെ, എനിക്കും കൂടി കേൾക്കാം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ കൂടിയുടെ ആവശ്യം അവിടെ ഇല്ല, അത് അനാവശ്യമായിട്ട് ചേർത്തിരിക്കുകയാണ് അല്ലേ. അതുപോലെ പശു ഒരു കുളമ്പുള്ള മൃഗമാണ്, കുളമ്പ് മൃഗമാണ്, അല്ലെങ്കിൽ കുളമ്പ് രോഗമുള്ള മൃഗമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പശു
ഒരു കുളമ്പുള്ള മൃഗമാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പശു കുളമ്പുള്ള മൃഗമാണ്. ഒരു കുളമ്പ് എന്ന് പറയരുത് അല്ലേ? അപ്പോൾ ആ ഒരു അവിടെ ആവശ്യമില്ലാത്തതാണ്. അപ്പം അങ്ങനെയെല്ലാം ആവശ്യമില്ലാതെ ഓരോ വേർഡ്സ് കൂടി, എങ്കിൽ, ഓ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചേർക്കുന്നത്, അതാണ് സമുച്ചയദോഷം എന്ന് പറയുന്നത്. അടുത്തത് സംഖ്യാശബ്ദം. സംഖ്യാശബ്ദം സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. ഇപ്പോൾ ഓരോ കുട്ടികൾ എന്ന് പറഞ്ഞ് തരാറുണ്ട്. ഓരോ കുട്ടികൾ അങ്ങനെ വേണോ? ഈ ഓരോക്ക് ശേഷം എപ്പോഴും സിംഗുലറേ വരാൻ പാടുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഏകവചനമാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒന്ന് എന്നുള്ളൊരു സിംഗുലർ എന്നുള്ളൊരു മീനിങ് ഉണ്ട്. പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പല ബഹുവചനത്തിൻ്റെ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകം ഇല്ല. അപ്പോൾ ഓരോ കുട്ടിയും എന്ന് മതി, കുട്ടികളും എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ 100 തേങ്ങകൾ എന്ന് ചിലപ്പോൾ കൊടുക്കാറുണ്ട്, അത് തെറ്റാണ്. 100 തേങ്ങകളുടെ ആവശ്യം അവിടെ ഇല്ല. 100 തേങ്ങ എന്ന് പറഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ തന്നെ 100 എണ്ണം ഉണ്ട്. പിന്നെ വീണ്ടും തേങ്ങകൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം 100 തേങ്ങ. അതുപോലെ 5 പുസ്തകം എന്ന് പറഞ്ഞാൽ മതി, 5 പുസ്തകങ്ങൾ എന്ന് പറയണ്ട. 6 വർഷം എന്ന് പറഞ്ഞാൽ മതി, 6 വർഷങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ? 100 വർഷങ്ങൾ പിന്നിട്ടു അങ്ങനെ പറയണോ? വേണ്ട. 100 വർഷം എന്ന് പറഞ്ഞാൽ മതി, വർഷങ്ങൾ. അപ്പം ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ അവിടെ ബഹുവചന പ്രത്യയം ചേർക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമുക്ക് സെൻറ്റൻസിൽ തെറ്റ് വരാറുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ 5 തരത്തിലുള്ള തെറ്റുകൾ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കാം. കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണെന്ന് അറിയോ? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ആജാനു ബാഹു ആണ് കേട്ടോ. ഇവിടെ ഒരു ഉ സൗണ്ട് ഉണ്ട്. ആജാനു ബാഹു. ആജാനു ബാഹു ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആജാന ബാഹു എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആജാനു ചിലപ്പോൾ ഇത് നമുക്ക് പദശുദ്ധിയിൽ ചോദിക്കാവുന്നതാണ്. ആജാനു ബാഹു എന്നാണ് കേട്ടോ. ആജാനു ബാഹു ആണ് കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. അപ്പോൾ ഇതുപോലെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഒറ്റപ്പദങ്ങളൊന്ന് പറയാം. ആദ്യത്തേത് ദൗഹിത്രി. ദൗഹിത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ മകൾ എന്നതാണ് കേട്ടോ. മകളുടെ മകൾ. ഇപ്പം ദൗഹിത്രിയും മകളുടെ മകളും തമ്മിൽ എന്താ ബന്ധം? ദുഹിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ എന്നാണ് അർത്ഥം. ദുഹിതാവ് മകൾ. അപ്പം മകളുടെ മകൾ, ദുഹിതാവിൻ്റെ പുത്രി എന്നുള്ളൊരു മീനിങ്ങിലാണ് ദൗഹിത്രി. ഓക്കെ, ദൗഹിത്രി മകളുടെ മകളാണ് ദൗഹിത്രി എന്നതാണ് ഒറ്റപ്പദം. ഇനി സുകരം. സുകരം എന്ന് വച്ചാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മകളുടെ മകൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദൗഹിത്രി. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് എന്ത്? സുകരം. സുകരം, എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഇനി ഭർത്താവിൽ നിഷ്ഠയുള്ളവളെ പറയുന്നതാണ് പതിവ്രത. ഇത് പദശുദ്ധിയിലൊക്കെ ചോദിക്കും. ചിലപ്പോൾ വൃത എന്നൊക്കെ ചിലപ്പോൾ കൊടുക്കും, അത് തെറ്റാണ്. പതിവ്രത. ഓക്കെ, വ്രത. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ ആണ് പതിവ്രത. അടുത്തത് സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. സഹോദരിയുടെ ഭർത്താവിനെ പറയുന്ന പേരെന്താണ്? സ്യാലൻ. സ്യാലൻ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ അളിയൻ എന്നൊക്കെ പറയും അല്ലേ? അപ്പം സ്യാലനാണ് സഹോദരിയുടെ ഭർത്താവിനെ പറയുന്നത്. എന്താണ്? സ്യാലൻ. അടുത്തത് ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം ആണ്. ബൗദ്ധികം. ധീകം എന്നൊന്നുമില്ല കേട്ടോ. ചുറ്റി വെള്ളിക്കെട്ടൊന്നുമില്ല. ബുദ്ധി എന്ന് പറയുമ്പോൾ നേരെയുള്ള ബുദ്ധിയാണ്. നേരെ വാ നേരെ പോ, നേരെയുള്ള ബുദ്ധിയാന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ ചുറ്റുവള്ളിയൊന്നുമില്ല, ബൗദ്ധികം ആണ്. അടുത്തത് വേദജ്ഞാനം ഉള്ളവൻ വൈദികൻ ആണ് കേട്ടോ. വൈദികൻ എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷൻ കാണുമേ. അപ്പോൾ അവിടെയും എന്തില്ല? വള്ളിയൊന്നും നീട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കെട്ട് വള്ളിയൊന്നും ഇല്ല. അപ്പം നേരെ വൈദികൻ എന്ന് പറയുമ്പോൾ നേരെ വാ നേരെ പോ എന്നുള്ളൊരു ചിന്തയുള്ള വൈദികനാന്ന് ഓർത്താൽ മതി. അപ്പോൾ വേദജ്ഞാനമുള്ളവൻ വൈദികൻ. എന്താ ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം. അവിടെയൊന്നും നീട്ടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ഒക്കെ ഓർക്കുക. നമ്മൾ ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും പഠിച്ച കൂട്ടത്തിൽ ഒരുപാട് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നിന്ദ്യം എന്ന വാക്കിൻ്റെ വിപരീതം. നിന്ദ്യം, നിന്ദിക്കുക എന്നുള്ള മീനിങ് വരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശ്ലാഘ്യം ആണ്. ശ്ലാഘ്യം. നിന്ദ്യം എന്നതിൻ്റെ വിപരീത പദം, ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ശ്ലാഘ്യം എന്നുള്ളതാണ് കേട്ടോ. ശ്ലാഘ്യം പഠിച്ചു വെക്കണേ. നിന്ദ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശ്ലാഘ്യമാണ്. ശ്ലാഘ്യം. അപ്പോൾ ഇതുപോലെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് നോക്കാം. ദൃഢം. ദൃഢം എന്നതിൻ്റെ വിപരീത പദമാണ് ശിഥിലം. ശിഥിലം. ദൃഢം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ശിഥിലം.
അടുത്തത് സഹജം. സഹജം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആർജിതം. ആർജിതം. സഹജം ആർജിതം. ശാശ്വതം. ശാശ്വതം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നൈമിഷികം. നൈമിഷികം. ശാശ്വതം നൈമിഷികം. ഉത്പതിഷ്ണു. സ്ഥിരം ചോദിക്കുന്നതാണ്. ഉത്പതിഷ്ണു എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികൻ. ഉത്പതിഷ്ണു യാഥാസ്ഥിതികൻ. വൃഷ്ടി. വൃഷ്ടി എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സമഷ്ടി. സമഷ്ടി. വൃഷ്ടി സമഷ്ടി. ജാഗരം. ജാഗരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് സുഷുപ്തി. സുഷുപ്തി. ജാഗരം സുഷുപ്തി. അതുപോലെ കൃശം. കൃശം എന്നതിൻ്റെ ഓപ്പോസിറ്റ് മേദുരം. മേദുരം. കൃശം മേദുരം. കൃതജ്ഞത. കൃതജ്ഞത എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൃതജ്ഞത എന്നതാണ്. കൃതജ്ഞത. ഖണ്ഡനം. ഖണ്ഡനം എന്നതിൻ്റെ ഓപ്പോസിറ്റ് മണ്ഡനം. മണ്ഡനം. പണ്ഡിതൻ. പണ്ഡിതൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പാമരൻ. പാമരൻ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദൃഢം. ദൃഢം ഓപ്പോസിറ്റ് എന്താണ്? ശിഥിലം. സഹജം ആർജിതം. ശാശ്വതം നൈമിഷികം. ഉത്പതിഷ്ണു യാഥാസ്ഥിതികൻ. വൃഷ്ടിയുടെ ഓപ്പോസിറ്റ് സമഷ്ടി. ജാഗരം സുഷുപ്തി. കൃശം ഓപ്പോസിറ്റ് എന്താ? മേദുരം. കൃതജ്ഞത കൃതജ്ഞത. ഖണ്ഡനം മണ്ഡനം. പണ്ഡിതൻ പാമരൻ. ഓക്കെ, അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. സർപ്പയജ്ഞം ആണ് കേട്ടോ. സർപ്പയജ്ഞം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്ക് PSCക്ക് പഠിക്കേണ്ട SCERTയിലുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേര് എന്താ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് പ്രഭ. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ തന്നിട്ട് അത് ആരുടെ കൃതികളാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു വെക്കാം. പ്രേമലേഖനം. പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബാല്യകാല സഖി. ബാല്യകാല സഖി. മതിലുകൾ. മതിലുകൾ. വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് അല്ലേ? എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടാർന്ന് എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണ്. ദെൻ അതുപോലെ ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്നത് ബഷീറിൻ്റെ കൃതിയാണ്. ആനപ്പൂട. ആനപ്പൂട ബഷീറിൻ്റെ കൃതിയാണ്. അതുപോലെ ആനവാരിയും. ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും. ഓർമ്മകളുടെ അറ. ഓർമ്മകളുടെ അറ എന്ന് പറയുന്നത് ബഷീറിൻ്റെ കൃതിയാണ്. അതുപോലെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നതും ആരുടെ കൃതിയാണ്? ബഷീറിൻ്റെ കൃതിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കൃതികൾ ഓർത്തിരിക്കുക. പ്രേമലേഖനം, ബാല്യകാല സഖി, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്, ശബ്ദങ്ങൾ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ആനപ്പൂട, ആനവാരിയും പൊൻകുരിശും, ഓർമ്മകളുടെ അറ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ കൃതികളും ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊണാൾഡ് ആഷർ ആണ് കേട്ടോ. ആരാണ്? റൊണാൾഡ് ആഷർ. റൊണാൾഡ് ആഷർ ആണ് എല്ലാം ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുന്നത്. ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം.
ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സച്ചിദാനന്ദൻ. നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആനന്ദ് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദനുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇനീഷ്യൽ മറക്കാതിരിക്കാൻ, ആനന്ദം എന്ന് പറഞ്ഞാൽ ഹാപ്പി ആണ്. അപ്പോൾ ഹാപ്പി പി സച്ചിദാനന്ദൻ. ഇനീഷ്യലൊക്കെ മാറ്റിയിട്ടും കെ സച്ചിദാനന്ദൻ, ആർ സച്ചിദാനന്ദൻ എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പി ആണ്. അപ്പോൾ ഹാപ്പി, ആനന്ദം എന്ന് പറഞ്ഞാൽ ഹാപ്പി ആണെന്ന് ഓർക്കുക. അപ്പോൾ പി സച്ചിദാനന്ദനാണ്. ആ രീതിയിൽ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൂലികാനാമങ്ങൾ നമുക്ക് നോക്കാം. സാഹിത്യകാരന്മാരും PSC സ്ഥിരം ചോദിക്കുന്ന സഞ്ജയൻ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MR നായർ ആണ്. മാണിക്കോത്ത് രാമുണ്ണി നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് സഞ്ജയൻ. മാണിക്കോത്ത് രാമുണ്ണി നായർ, സഞ്ജയൻ. ഇനി ചെറുകാട്. ചെറുകാട്, അതുപോലെ ആസാദ്, മലങ്കാടൻ എന്നീ തൂലികാനാമങ്ങളിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി. നമ്മുടെ ഓപ്ഷനിലുണ്ട് ഗോവിന്ദ പിഷാരടി. അദ്ദേഹത്തിൻ്റെ തൂലികാനാമങ്ങളാണ് ചെറുകാട്, ആസാദ്, മലങ്കാടൻ, ഗോവിന്ദ പിഷാരടി. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു ചെറിയ കാട്ടിലൂടെ പോവാന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ്. അപ്പം മലയും അങ്ങനെയുള്ള മലയും കാടും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തൂടെ നമുക്കിങ്ങനെ ഒരു അടി മുന്നോട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ, ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. കാട് മലയും ഒക്കെയുള്ള കാടാണ്. അവിടെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചാലും ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഒരു അടി പിഷാരടി ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുകാട്, ആസാദ്, മലങ്കാടൻ, ഗോവിന്ദ പിഷാരടി. അടുത്തത് ഉറൂബ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ. എങ്ങനെയാ ഓർത്തേ നമ്മൾ? ഈ ഉറുമ്പുകളൊക്കെ കുട്ടി പീസായിട്ടല്ലേ ഇങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് പോകാന്നുള്ള രീതിയിൽ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. അടുത്തത് ഇടമറുക്. ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് TC ജോസഫ് ആണ്. TC ജോസഫ്. ഇത് നമ്മൾ പഠിച്ചു. ഈ സ്കൂളിൽ TC ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അതൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ മറുകൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ എവിടെ എന്താണ് അങ്ങനെ അടയാളപ്പെടുത്തി എഴുതുകയൊക്കെ ചെയ്യത്തില്ലേ TCയിലൊക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ TC ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ മറുകൊക്കെ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുള്ള രീതിയിൽ ഇടമറുക് TC ജോസഫ് എന്നുള്ള രീതിക്ക് ഓർത്തിരിക്കാം. ദെൻ അടുത്തത് അഭിമന്യു. അഭിമന്യു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് NP രാജശേഖരനാണ്. NP രാജശേഖരൻ. അപ്പോൾ അഭിമാനിയായ ഒരു രാജാവ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. അഭിമന്യു NP രാജശേഖരൻ, അഭിമാനിയായ രാജാവ്. അടുത്തത് കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നത്? കാക്ക എന്നൊക്കെ പറയുമ്പോൾ ഈ ചോറൊക്കെ കൊത്തിപ്പറക്കും എന്നുള്ള രീതിയിൽ ജോർജ് എന്നുള്ള ഓർത്താൽ മതി കേട്ടോ. കാക്കനാടൻ ജോർജ് വർഗീസ്. അടുത്തത് കോവിലൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. VV അയ്യപ്പൻ. അപ്പം അയ്യപ്പൻ കോവിലിലാണ് ഇരിക്കുക എന്ന് ഓർത്താൽ മതി. പിന്നെ ഇനീഷ്യൽ കിട്ടാൻ വേണ്ടി കോവിലൻ എന്ന് പറയുന്നതിൽ V ആണ് ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ VV അയ്യപ്പൻ, കോവിലൻ. അടുത്തത് തിക്കോടിയൻ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? P കുഞ്ഞനന്ദൻ നായരാണ്. P കുഞ്ഞനന്ദൻ നായർ. എങ്ങനെയാണ് നമ്മൾ ഓർത്തത്? കുഞ്ഞനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുഞ്ഞിക്കൂനൻ, കുഞ്ഞനെ ഓർക്കാം. കുഞ്ഞൻ കുറച്ചിങ്ങനെ ഒടിഞ്ഞാണ് നടക്കുന്നതെന്ന് ഓർത്താൽ മതി. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായർ. അടുത്തത് ആശാമേനോൻ. PSC സ്ഥിരമായി ചോദിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ ആണ്. K ശ്രീകുമാർ. അപ്പം ശ്രീ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ പേരാന്ന് ഓർത്താൽ മതി. ആശാമേനോൻ K ശ്രീകുമാർ സ്ത്രീയുടെ പേരാണ്. അടുത്തത് സൈക്കോ. സൈക്കോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പ്രൊഫസർ E മുഹമ്മദ് ആണ്. E മുഹമ്മദ് ആണ് കേട്ടോ. E മുഹമ്മദ്. സൈക്കോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പ്രൊഫസർ E മുഹമ്മദ്. ഇനി പാറപ്പുറം. പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി. മത്തായി. അപ്പോൾ വെള്ളമൊക്കെ അടിച്ച് മത്തായി പാറപ്പുറത്ത് കിടക്കുന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, മത്തായിട്ട് പാറപ്പുറത്ത് കിടക്കുന്ന ഓർത്താൽ മതി. പാറപ്പുറം KE മത്തായി. ഓക്കെ, അപ്പോൾ ഇത്രയും തൂലികാനാമങ്ങൾ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 2017 വയലാർ അവാർഡിന് അർഹമായ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക എഴുതിയതാര്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എഴുതിയതാരാണ്? TD രാമകൃഷ്ണനാണ് കേട്ടോ. TD രാമകൃഷ്ണൻ.
അടുത്ത ചോദ്യം, കണ്ണിലുണ്ണി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനം. കണ്ണിലുണ്ണി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ആപ്പിൾ ഓഫ് ദി ഐ ആണ്. ആപ്പിൾ ഓഫ് ദി ഐ. ഇതേപോലെ തന്നെ ട്രാൻസ്ലേഷനിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ടു ആഡ് ഫ്യൂവൽ ടു ദി ഫ്ലെയിം ആണ്. ടു ആഡ് ഫ്യൂവൽ ടു ദി ഫ്ലെയിം. അപ്പോൾ ഇതുപോലെ PSC ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശൈലികൾ, അതിൻ്റെ വിവർത്തനവും കൂടെ നമുക്ക് നോക്കാം. ചില വേർഡ്സ് തന്നിട്ട് അതിൻ്റെ വിവർത്തനമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറയുന്നതിൻ്റെ തർജ്ജമ എന്താണ്? അതനുസരിച്ച്. അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. അടുത്തത് സബ്മിഷൻ. സബ്മിഷൻ എന്നതിൻ്റെ എന്താ? സമർപ്പണം. സമർപ്പണം. പ്രോസസ്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടികൾ. നടപടികൾ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഹീ സ്പോക്ക്. ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത്. ഹീ സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പതുക്കെ പറഞ്ഞു എന്നാണ് കേട്ടോ. അവൻ പതുക്കെ പറഞ്ഞു. അടുത്തത് ടു സെറ്റ് ഫ്രീ. ടു സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. സ്വതന്ത്രമാക്കുക. ബ്ലാക്ക് ലെഗ്. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കാലി. കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്താണ്? കരിങ്കാലി. അടുത്തത് നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് തവണ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ദാൻ ദിസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എന്നാണ് കേട്ടോ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. അടുത്തത് ഫോർബിഡൻ ഫ്രൂട്ട്. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കനി. വിലക്കപ്പെട്ട ഖനി എന്നതാണ് ഫോർബിഡൻ ഫ്രൂട്ട്. തിങ്സ് ഫാൾ അപ്പാർട്ട്. തിങ്സ് ഫാൾ അപ്പാർട്ട്. തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവും ശിഥിലമാകുന്ന. സർവവും ശിഥിലമാകുന്ന എന്നതാണ് തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീക്കി വയ്ക്കുക. നീക്കി വയ്ക്കുക. പുട്ട് ഓഫ്. അതുപോലെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ്. ഇതിൻ്റെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ് കേട്ടോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഇതും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഓക്കെ.